Hi everyone, welcome to BioRank. Plus 2 Botany second chapter ആയ Sexual Reproduction in Flowering Plants എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റു ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ഒക്കെയാണ്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞവർക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും അതുപോലെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എല്ലാം ഓർത്ത് വയ്ക്കാൻ ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ പോളിനേഷൻ പഠിച്ചല്ലേ? എന്തായിരുന്നു പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഇതായിരുന്നു പോളിനേഷൻ. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ പഠിച്ചു. ഓട്ടോഗമി, ഗൈറ്റ്നോഗമി ആൻഡ് സീനോഗമി. എന്തൊക്കെയായിരുന്നു ഇതെന്ന് നോക്കാം. ഓട്ടോഗമി എന്തായിരുന്നു? ഓട്ടോഗമി ഈസ് ദ പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെയിം ഫ്ലവർ അല്ലേ. ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന പോളിനേഷനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ദെൻ ഗൈറ്റ്നോഗമി എന്തായിരുന്നു? പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന പോളിനേഷനെയാണ് ഗൈറ്റ്നോഗമി എന്ന് പറയുന്നത്. ദെൻ സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്തായിരുന്നു? പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ്. അതായത് രണ്ട് പ്ലാന്റ്സുകൾ തമ്മിൽ നടക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സുകളിലെ ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷനാണ് സീനോഗമി. അതായത് ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന പോളിനേഷനാണ് സീനോഗമി. അപ്പോൾ പോളിനേഷൻ 3 ടൈപ്സ് ഉണ്ട്: ഓട്ടോഗമി, ഗൈറ്റ്നോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമിയിൽ ഒരു ഫ്ലവർ മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആ ഫ്ലവറിലെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിൽ കോണ്ടാക്ട് ചെയ്ത് പോളിനേഷൻ നടക്കുന്നു. ദെൻ ഗൈറ്റ്നോഗമി, ഒരു ഫ്ലവറിലെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിൽ കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന പോളിനേഷൻ, അതാണ് ഗൈറ്റ്നോഗമി. ദെൻ സീനോഗമി, 2 പ്ലാന്റ്സ് ആണ് സീനോഗമിയിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത്. സെയിം സ്പീഷീസിലെ 2 പ്ലാന്റ്സ്. ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിൽ വന്ന് കോണ്ടാക്ട് ചെയ്ത് നടക്കുന്ന പോളിനേഷൻ, അതാണ് സീനോഗമി. നെക്സ്റ്റ്, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. എന്താ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ജനറ്റിക് മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അതായത് ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ കോണ്ടാക്ട് ചെയ്താൽ ആ പോളൻ ഗ്രെയിനിൻ്റെ പോളൻ ട്യൂബിൻ്റെ ജെർമിനേഷനെ പ്രിവെൻറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില പ്ലാന്റ്സിലുള്ള ഒരു ജനറ്റിക് മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പോൾ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ജനറ്റിക് മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രിപ്പിൾ ഫ്യൂഷൻ. എന്തായിരുന്നു ട്രിപ്പിൾ ഫ്യൂഷൻ? 3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ, അതാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഏതൊക്കെയാണത്? ഒരു മെയിൽ ഗ്യാമേറ്റും അതുപോലെ 2 പോളാർ ന്യൂക്ലിയസും തമ്മിലുള്ള ഫ്യൂഷനാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒന്ന് ഓർത്ത് നോക്കാം. ആൻജിയോസ്പേം ഫ്ലവേഴ്സിൽ 2 ഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഏതൊക്കെയായിരുന്നു? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും അല്ലേ. സിംഗമി എന്ന് പറയുന്നത് 2 മെയിൽ ഗ്യാമേറ്റിലെ ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും തമ്മിലുള്ള ഫ്യൂഷൻ. നെക്സ്റ്റ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത് എംബ്രിയോസാക്കിൻ്റെ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ എംബ്രിയോസാക്കിൻ്റെ സെൻട്രൽ സെല്ലിലുള്ള 2 പോളാർ ന്യൂക്ലിയ ആയിട്ടാണ്. ഇതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് വിത്ത് 2 പോളാർ ന്യൂക്ലിയ. എംബ്രിയോസാക്കിൻ്റെ പിക്ചർ നോക്കുക. 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയ സ്ട്രക്ചർ. സെൻട്രൽ സെല്ലിൽ 2 പോളാർ ന്യൂക്ലിയ, മൈക്രോപൈലാർ റീജിയനിൽ 1 എഗ്ഗും 2 സിനർജിഡ്സും ആൻഡ് ഇൻ ചെലാസൽ സൈഡ് 3 ആൻറ്റിപോഡൽസ്. വെൻ എ പോളൻ ഗ്രെയിൻ കോണ്ടാക്ട് വിത്ത് സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ, ദ പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ ഗ്രോ ചെയ്ത് ഓവ്യൂളിനകത്തുള്ള എംബ്രിയോസാക്കിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ദെൻ പോളൻ ട്യൂബിലൂടെ 2 മെയിൽ ഗ്യാമേറ്റുകളെ എംബ്രിയോസാക്കിനകത്തേക്ക് കടത്തിവിടുന്നു. ഈ 2 മെയിൽ ഗ്യാമേറ്റിൽ ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗുമായി ഫ്യൂഷൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇതിനെ സിംഗമി എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് മെയിൽ ഗ്യാമേറ്റ് സെൻട്രൽ സെല്ലിലുള്ള 2 പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് 3 ന്യൂക്ലിയസ്. നെക്സ്റ്റ്,
പാർത്തനോകാർപ്പി. ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. സാധാരണ ഫ്രൂട്ട് ഫോർമേഷനും സീഡ് ഫോർമേഷനും എല്ലാം നടക്കുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. ബട്ട് ചില കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയും ഫ്രൂട്ട് ഫോം ചെയ്യാറുണ്ട്. ഇതിനെ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അതുപോലെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? അപ്പോമൈസിസ് എന്ന് പറയുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാതെയുള്ള ഫ്രൂട്ട് ഫോർമേഷന് പാർത്തനോകാർപ്പി എന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെയുള്ള സീഡ് ഫോർമേഷന് അപ്പോമൈസിസ് എന്നും പറയുന്നു. പോളിഎംബ്രിയോണി. ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദി സീഡ് ഈസ് കോൾഡ് പോളിഎംബ്രിയോണി. ഒരു സീഡിൽ ഒന്നിലധികം എംബ്രിയോസ് ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് പോളിഎംബ്രിയോണി. നെക്സ്റ്റ്, ഇമാസ്കുലേഷൻ. റിമൂവൽ ഓഫ് ഇമ്മച്യൂർ ആന്തർ ഫ്രം എ ഫ്ലവർ ബഡ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. സെൽ പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യലായി ഒരു ഫ്ലവർ ബഡിൻ്റെ ആന്തർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, megasporogenesis. The process of formation of megaspores from the megaspore mother cell through meiosis is called megasporogenesis. ന്യൂസെല്ലസിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായി ആക്ട് ചെയ്യുന്നു. ദെൻ ദിസ് മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷനിലൂടെ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. പ്രീഫെർട്ടിലൈസേഷൻ ഈവൻസിലെ 2 പ്രോസസ്സുകളാണ് മെഗാസ്പോറോജെനസിസും മൈക്രോസ്പോറോജെനസിസും. മൈക്രോസ്പോറോജെനസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽ ത്രൂ മിയോസിസ്. ആന്തറിലെ സ്പോറോജീനസ് ടിഷ്യൂലെ ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നു. ഇതിനെ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഫിലിഫോം അപ്പാരറ്റസ്. എന്തായിരുന്നു ഫിലിഫോം അപ്പാരറ്റസ്? നമ്മൾ പഠിച്ചതാണല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഫിലിഫോം അപ്പാരറ്റസ് ഈസ് എ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഇൻ സിനർജിഡ്സ് ഓഫ് എംബ്രിയോ സാക് ഫോർ ഗേർഡിങ് പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്സ്. എംബ്രിയോ സാക്കിലെ മൈക്രോപൈലർ എൻഡിൽ എഗ്ഗിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സിനർജിഡ്സ് അല്ലേ. ഈ സിനർജിഡ്സിൽ കാണുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്ങിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ? പോളൻ ട്യൂബിനെ സിനർജിഡ്സിലേക്ക് ഗൈഡ് ചെയ്ത് കടത്തിവിടാന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, എന്തായിരുന്നു സ്പോറോജീനസ് ടിഷ്യൂ? When the anther is young, a group of compactly arranged homogeneous cells occupies the center of each microsporangium of anther. It is called sporogenous tissue. ഒരു യങ് ആന്തറിലെ മൈക്രോസ്പോറാഞ്ചിയത്തിനകത്തുള്ള ഹോമോജീനസ് ആയിട്ടുള്ള, അതായത് ഒരുപോലെയുള്ള കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ആൻ ഓവ്യൂൾ. ഓവ്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള എൻവലപ്പ് ഏതായിരുന്നു? ഇൻറ്റഗ്യുമെൻറ്റ്. ഓവ്യൂളിൻ്റെ ഔട്ടർ ലെയർ ആണ് ഇൻറ്റഗ്യുമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സെർവ്സ് ആസ് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ്. ഒരു പോളൻ ഗ്രെയിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്നത് എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയായിരിക്കും? സ്റ്റിഗ്മയിൽ അല്ലേ. സ്റ്റിഗ്മ ഇസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഓഫ് പോളൻ ഗ്രെയിൻ ഫോർ ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ്, പോളൻ വയബിലിറ്റി. എന്താ പോളൻ വയബിലിറ്റി? ദ പീരിയഡ് ഫോർ വിച്ച് പോളൻ ഗ്രെയിൻസ് റിമെയിൻ ഫങ്ഷണൽ. ഒരു പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫങ്ഷണൽ ആയിട്ടുള്ള പീരിയഡിനെയാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പോറോപോളനിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് സ്പോറോപോളനിൻ? മോസ്റ്റ് റെസിസ്റ്റൻ്റ് ഓർഗാനിക് മെറ്റീരിയൽ ഓൺ എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണല്ലേ. പോളൻ ഗ്രെയിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ എക്സൈനും ഇന്നർ ലെയർ ഇൻറ്റൈനും. ദിസ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളനിൻ. സ്പോറോപോളനിൻ ഈസ് മോസ്റ്റ് റെസിസ്റ്റൻ്റ് ഓർഗാനിക് മെറ്റീരിയൽ. ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽ ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഡാഷ്. എന്തുകൊണ്ടാണ് പോളൻ ഗ്രെയിൻ ഫോസിൽസായി പ്രിസർവ്ഡ് ആവുന്നത്? പോളൻ ഗ്രെയിനിൻ്റെ എക്സൈനുള്ള സ്പോറോപോളിനിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് എത്ര വർഷങ്ങൾ പോലും ഡീക്കേ ചെയ്യാതെ പോളൻ ഗ്രെയിൻസ് പ്രിസർവ്ഡ് ആവുന്നത്. ബിക്കോസ് സ്പോറോപോളിൻ എന്നത് ഹൈലി റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ സ്പോറോപോളിൻ്റെ പ്രസൻസ് കൊണ്ട് പോളൻ ഗ്രെയിൻസ് ഡീക്കേ ചെയ്യാതെ വർഷങ്ങളോളം പ്രിസർവ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മൈക്രോസ്പോറാഞ്ചിയസ് ആർ പ്രസൻറ്റ് ഇൻ എ ടിപ്പിക്കൽ ബൈലോബ്ഡ് ആന്ത്ര് ഓഫ് ആൻജിയോസ്പേം? ആന്തറിൻ്റെ പിക്ചർ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തറിൽ 4 മൈക്രോസ്പോറാഞ്ചിയസ് ആണുള്ളത് അല്ലേ. സോ ആൻസർ ഈസ് 4.
Next question, the persistent nucellus in a seed is called dash. സീഡ് മെച്ചുർ ആയതിനു ശേഷവും ന്യൂസെല്ലസ് സീഡിൽ പെർസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തു പറയുന്നത്? പെരിസ്പേം. ദ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇൻ എ സീഡ് ഈസ് കോൾഡ് പെരിസ്പേം. നെക്സ്റ്റ്, പോളിനേഷൻ ഇൻ വാലിസ്നെറിയ ബൈ ഡാഷ്. വാലിസ്നെറിയയിലെ പോളിനേറ്റിംഗ് ഏജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വാലിസ്നെറിയ ഒരു അക്വാറ്റിക് പ്ലാന്റ് ആണല്ലേ. വാലിസ്നെറിയയിലെ പോളിനേറ്റിംഗ് ഏജന്റ് വാട്ടർ ആണ്. നെക്സ്റ്റ്, എക്സൈൻ സ്പോറോപോളിനിൻ, ഇൻറ്റൈൻ ഡാഷ്. എക്സൈൻ ഈസ് മേഡപ്പ് ഓഫ് സ്പോറോപോളിനിൻ. അങ്ങനെയെങ്കിൽ ഇൻറ്റൈൻ ഈസ് മേഡപ്പ് ഓഫ് എന്തായിരുന്നു? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംഗമി, സൈഗോട്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ ഡാഷ്. ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 പ്രോസസ്സാണ് ഉള്ളത്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമിയുടെ പ്രോഡക്റ്റ് സൈഗോട്ട് ആണെങ്കിൽ ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു? PEN അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓവറി, ഫ്രൂട്ട് ഡാഷ് സീഡ്. നമുക്കറിയാം അല്ലേ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫ്ലവറിൻ്റെ ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുന്നു. അതുപോലെ സീഡായിട്ട് മാറുന്നത് ഫ്ലവറിൻ്റെ ഏത് പാർട്ടാണ്? ഓവ്യൂള് അല്ലേ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ്. നെക്സ്റ്റ്, എപ്പിഡെർമിസ്, പ്രൊട്ടക്ഷൻ ആൻഡ് ടപ്പീറ്റം ഡാഷ്. ടപ്പീറ്റം നമ്മൾ എവിടെയാണ് പഠിച്ചത്? ആന്തറിൻ്റെ സ്ട്രക്ചറിൽ അല്ലേ. മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കവർ ചെയ്തുകൊണ്ട് 4 ലെയർ വാളുണ്ട്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ഈ 3 ലെയറും മൈക്രോസ്പൊറാഞ്ചിയത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. അതുപോലെ ഇന്നർ ലെയറായ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷനാണ് എന്ത്? ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ എപ്പിഡെർമിസ്, പ്രൊട്ടക്ഷൻ ആൻഡ് ടപ്പീറ്റം, ന്യൂട്രീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫാൾസ് ഫ്രൂട്ട്? സൈറ്റ് ആൻ എക്സാമ്പിൾ. എന്താ ഫാൾസ് ഫ്രൂട്ട്? ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് ഫ്രം എനി പാർട്ട് ഓഫ് എ ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ് എന്ത്? ഫാൾസ് ഫ്രൂട്ട്. നോർമലി ഓവറി ആണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ബട്ട് ചില പ്ലാന്റ്സിൽ ഓവറി അല്ലാതെ ഫ്ലവറിൻ്റെ മറ്റേതെങ്കിലും പാർട്ട് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ആപ്പിള്. ആപ്പിള് ഫോം ചെയ്യുന്നത് ഓവറി ഡെവലപ്പ് ചെയ്തിട്ടല്ല, പകരം ഫ്ലവറിൻ്റെ തലാമസ് ആണ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ ആപ്പിളായിട്ട് മാറുന്നത്. ആപ്പിള്, സ്ട്രോബെറി ഇതെല്ലാം ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് എന്താ? നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതാണ്. ആൻസർ പാർത്തനോകാർപ്പി. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. നെക്സ്റ്റ്, ഒരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം ഓഫ് മെച്ചുർ എംബ്രിയോസാക്ക് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ലേബിൾഡ് പാർട്സ്. ഒരു മെച്ചുർ എംബ്രിയോസാക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ചില പാർട്സ് ലേബിൾ ചെയ്തിട്ടുണ്ട്. ദ പാർട്സ് A, B, C ആൻഡ് D ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എ ഏതാ? സെൻട്രൽ സെൽ അല്ലേ. ദെൻ ആൻറ്റിപോഡൽ റീജിയനിൽ D എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്ട് എഗ്. ബി ഏതാണ്? സിനർജിഡ്സ് അല്ലേ. ചലാസലെൻഡിൽ C എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നത് ആൻറ്റിപോഡൽസ്. എല്ലാ ഡയഗ്രങ്ങളും ഓരോ ലേബിൾഡ് പാർട്സ് ഉൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പി ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. എന്തിൻ്റെ പിക്ചറാണിത്? ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെം ഓവ്യൂളിൻ്റെ പിക്ചർ അല്ലേ. ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈലർ പോള്, ന്യൂസെല്ലസ്, ചലാസൽ പോൾ, എംബ്രിയോസാക്ക്, ഇത്രയും പാർട്സ് ലേബിൾ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഈ പിക്ചർ. ലേബിൾഡ് പിക്ചർ നോക്കുക. ഓവ്യൂളിൻ്റെ സ്റ്റാക്ക് ഫ്യൂണിക്കിൾ. ദെൻ ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന ഭാഗം നോൺ ആസ് ഹൈലം. ഓവ്യൂളിൻ്റെ ഇന്നർ റീജിയനിലാണ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ന്യൂസെല്ലസ് പ്രസൻ്റ് ആണ്. ദെൻ ബേസൽ പോർഷൻ ഓഫ് ഓവ്യൂൾ ഈസ് കോൾഡ് ചലാസൽ പോൾ ആൻഡ് ഓപ്പോസിറ്റ് ടു ചലാസൽ പോൾ ഈസ് മൈക്രോപൈലർ പോൾ. ഓക്കെ. നെക്സ്റ്റ്, ഒരു ആന്തറിൻ്റെ ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് ലേബിൾ A, B, C ആൻഡ് D. നമ്മൾ ആന്തറിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ആന്തർ വാൾ കൺസിസ്റ്റ് ഓഫ് 4 ലെയേഴ്സ്. ഔട്ടർ ലെയർ എപ്പിഡെർമിസ്, ദെൻ സെക്കൻഡ് ലെയർ എൻഡോത്തീസിയം, ദെൻ മിഡിൽ ലെയർ ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ ടപ്പീറ്റം. ഏതൊക്കെയാണ്? ഔട്ടർ എപ്പിഡെർമിസ്, ദെൻ എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ മോസ്റ്റ് ടപ്പീറ്റം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് സെക്കൻഡ് ചാപ്റ്ററായ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിലെ ക്ലാസ്സുകളുടെ ലിങ്കുകളും ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തേർഡ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.